നമസ്കാരം. മറ്റൊരു ഇൻഫ്ലുവൻസറെ കൂടി ജയിലിലേക്ക് അയക്കുന്ന ദുഷ്ടനാം വിധിയെ നിനക്ക് കണ്ണിൽ ചോരയില്ലേ? ഇപ്പോൾ ഫിലിപ്പ് മെമ്പാട് ഇൻഫ്ലുവൻസർ അകത്തായി. ഇപ്പോൾ ഒരു ഇൻസ്റ്റയിലെ ഇൻഫ്ലുവൻസർ അകത്തായിട്ടുണ്ട്. പേര് യദു ഗിരീഷ്. ഇവന് ഇൻസ്റ്റയിലെ ഇൻഫ്ലുവൻസറാണ്. അതിനുമുമ്പ് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സാധാരണ കല്യാണം കഴിക്കൽ എങ്ങനെ പെൺകുട്ടികൾ ഒരാൾ വാഗ്ദാനം ചെയ്തു വരുമ്പോൾ കിടന്ന് കൊടുത്തിട്ട് പിന്നെ കെട്ടില്ല എന്ന് പറയുമ്പോൾ കേസ് കൊടുത്തിട്ടാണോ? എൻ്റെയൊക്കെ അറിവിൽ കല്യാണം എന്ന് പറയാൻ വീട്ടിൽ വന്ന് അന്വേഷിച്ച് പെണ്ണ് കാണലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രേമമാണെങ്കിൽ വീട്ടിൽ വന്ന് ആലോചിക്കും, വീട്ടുകാർ കെട്ടിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ഒരാളിങ്ങനെ വാഗ്ദാനം ചെയ്യുമ്പോൾ തുണി അഴിച്ച് കിടക്കാൻ മാത്രമുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവന്. എനിക്കറിയില്ല. 30 പെൺകുട്ടികളാണ് ഇവൻ പീഡിപ്പിച്ചതെന്നാണ് പത്രം പറഞ്ഞത്. 3 പേരാണ് പെറ്റീഷൻ കൊടുത്തേക്കണേ. ഇനി 3 പേരും കൂടി ഒരുമിച്ചുള്ള പെറ്റീഷനാണ് ഒന്നും അറിയില്ല. ഇത് ശരിക്കും വ്യഭിചാരമല്ലേ? ഭർത്താവല്ലാത്ത ഏതൊരു പുരുഷനോടൊപ്പം കിടന്നു കൊടുക്കണം വ്യഭിചാരത്തിൻ്റെ കാറ്റഗറിയിലാണ് വരിക. പക്ഷെ കേസ് വരില്ല, കാരണം ഉഭയസമ്മതപ്രകാരം ചെയ്യാം. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നുള്ള അതിന് കേസ് കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയണം. പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തിട്ടാണ് കല്യാണം ഫിക്സ് ചെയ്യണത്. അല്ലെങ്കിൽ ഒരാൾ വന്നുവെച്ചും പറയാം ഞാൻ നിന്നെ കെട്ടിക്കോളാം, നീ തുണി കഴിക്കുന്നവർ വേറെ കഴിക്കലാ. ഇത് നല്ല തള്ളു. ഈ ഇൻസ്റ്റയിലൊക്കെ കളിക്കുന്ന പിള്ളേരൊന്നും തീരെ ബുദ്ധിയില്ലാത്തവരല്ല. സാധാരണ ഒരു ശരാശരി പഠിപ്പില്ലാത്ത സ്ത്രീകളൊക്കെ ഇൻസ്റ്റയിലൊന്നും അല്ലാണ്ട് കയറില്ല. യൂട്യൂബൊക്കെ നോക്കും, അതിലുള്ള ഫേസ്ബുക്കിലുള്ള കോമഡിയൊക്കെ നോക്കുമെന്നല്ലാണ്ട് ഇൻസ്റ്റയിലൊക്കെ കയറുന്ന കുറച്ച് മോഡേൺ ആൾക്കാരാണ്. അത് ന്യൂജനാണ്. അപ്പോൾ ഇവൻ്റെ സേലും കോലമൊക്കെ കണ്ട് ഇവൻ്റെ ഇൻഫ്ലുവൻസിലൊക്കെ വീണിട്ട് പോയി കിടന്നതാണ്. അവസാനം കെട്ടൂല എന്ന് അറിഞ്ഞപ്പോൾ ഇവ എത്ര പേരെ കെട്ടണം? അപ്പം ഇവന് 32 വയസ്സുണ്ട്. ഈ പെൺകുട്ടികൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല. ഏതായാലും തീരെ ബുദ്ധിയും ബോധമില്ലാത്ത പെൺകുട്ടികളൊന്നും ആവില്ല. ഇവർക്ക് അറിയാമല്ലോ ഈ പരിപാടി കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഏർപ്പാടാണെന്ന് അറിയാത്ത പെൺകുട്ടികളാണ് അതിൽ. എന്തായാലും ഇപ്പം അവന് പെരുന്നാളായി. ഇപ്പം അവൻ ഭയങ്കര ഏതൊരു സൈബർ വിങ്ങിൽ ഉയർന്ന പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ പേരൻസൊക്കെ മിലിറ്ററിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ തള്ളി പെണ്ണുങ്ങൾ പോയാണ് കിടന്ന് കൊടുത്ത് പിന്നെ ഇവളുടെ നേക്കിഡ് ഫോട്ടോസൊക്കെ ഇവളുമാരുടെ എടുത്ത് ഇവനത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ഇവരുടെ ഇരുന്ന് പൈസയും പിടുങ്ങി. ഈ നമ്മുടെ നാട് എങ്ങോട്ടായി പോകണത്? ഇതൊന്നും കളിക്കാൻ ഇവരങ്ങനെ ചെയ്തോട്ടെ. പിന്നെ തമ്മിൽ തെറ്റുമ്പോൾ ഒരാൾ മാത്രം പ്രതിയും മറ്റേ പെണ്ണ് ഡീസൻ്റ് ആവണം. എങ്ങനെ? ഇത് വ്യഭിചാരം എന്നാണ് പറ്റ മലയാളത്തിൽ ഇതിനെ പറയുക. കല്യാണം കഴിക്കണ പെണ്ണുങ്ങൾ വേറൊരുത്തൻ്റെ ഒപ്പം കിടന്നാൽ അതിന് വ്യഭിചാരം എന്നാണ് മലയാളത്തിലെ വാക്ക്. ഭാഗ്യത്തിന് ഗർഭം ഉണ്ടായില്ല. അതും കൂടി ഉണ്ടാച്ചെങ്കിൽ ഇവൻ എത്രണ്ണത്തിന് ഏൽക്കേണ്ടി വന്നേനെ. ഞാൻ കളിയാക്കിയ ശവത്തെ കുത്തൊന്നുമല്ല. പെൺകുട്ടികളൊക്കെ ഒന്ന് കരുതണം. ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഫേക്ക് ഐഡിയ ആയിട്ട് പലതും ഉണ്ടാവൂലേ. ഇവരൊക്കെ പറയുമ്പോൾ വിളിക്കുന്നവരുടെ സ്ഥലത്തൊക്കെ ചെന്നിട്ട് ആണ് കിടന്നു കൊടുക്കലാണ്. എന്നിട്ട് എന്നെ പീഡിപ്പിച്ച് വിവാഹ വാഗ്ദാനം ആ നിയമം തന്നെ എടുത്തു കളയണം. ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, എന്ത് സംഹിത ആയിക്കോട്ടെ, CRPC ആയിക്കോട്ടെ, വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ കിടന്നു കൊടുക്കണ സ്ത്രീനെ ആദ്യം പിടിച്ച് ജയിലിലിടണം. അന്ന് ഈ കിടന്നു കൊടുക്കലൊക്കെ കുറച്ച് കുറയും. കാരണം ഇവർക്കൊക്കെ അറിയാം എന്ത് സംഭവിച്ചാലും കേസ് കൊടുത്താൽ നിയമം പോലീസിന് നമ്മുടെ ഭാഗത്താവുന്നു. ഇവൾ കിടന്നു കൊടുത്തതിനൊന്നുമില്ല. ഇവളുമാർ 30 പേര് ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ആണുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അവന്മാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവന് അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇവരതിന് നിന്ന് കൊടുക്കാൻ പാടില്ല. ഏതായാലും അവനെ ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല, അവനകത്തിടണം. അവൻ്റെ ഇൻഫ്ലുവൻസൊക്കെ ഇനി ജയിലിൽ മതി. ഏതായാലും ഫിലിപ്പ് മെമ്പാട് ഇവൻ്റെ പിന്നാലെ മാലപ്പടക്കത്തിന് തീ കൊടുത്ത അത് ഇൻഫ്ലുവൻസർ മറിഞ്ഞ് എത്ര എണ്ണം വരാനുണ്ട് ദൈവമേ. എനിക്ക് ഓർത്തിട്ട് എന്തോ പോലെ ആവണം. കാരണം പത്രം വായിക്കുമ്പോൾ ഇത്തരം വിചിത്ര വാർത്തകൾ. 2 ആളും കൂടി ഒരു ക്രൈം ചെയ്തിട്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ഒരാൾ മാത്രം പിടിക്കപ്പെടുക, മറ്റേ ആൾ പരാതിക്കാരിയായി മാറുക. അത് വല്ലാത്തൊരു വിചിത്ര നിയമമാണ്. അത് ഇന്ത്യയിൽ മാത്രം ഉള്ളതെന്ന് എനിക്ക് തോന്നണത്. എന്തൊരു ന്യായ സംഹിത ആയാലും ഞാനതിനെതിരാണ്. അപ്പോൾ നമസ്കാരം. ഇനി പിന്നെ വരാം.